സ്റ്റുഡിയോവിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. I would like to introduce you today one of the fabulous vegetarian dish from the coast of Kerala. That is potatoes toast with potato just toast with peppers and chilies. We call it as urlai mullagularat. Very simple, delicious, especially for this period of fasting. അപ്പോൾ നാട്യങ്ങളേതുമില്ലാതെ നേരെ നാട്ടുരുചിയിലേക്ക്. ഉരുളായി മുളകുലർത്തിന് പൊട്ടേറ്റോ വെഡ്ജസായി കട്ട് ചെയ്ത് വെക്കുക. മുളകും ഉള്ളിയും തക്കാളിക്കയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം അല്പം വെള്ളം തിളപ്പിച്ച് ആവശ്യത്തിന് എന്തിനും പോകുന്ന നമ്മുടെ ഉപ്പ് വിട്ട് ഉരുളക്കിഴങ്ങ് പാതി വേവിച്ച് മാറ്റി വയ്ക്കുക. ഫോർ ദ ഉരുളായി മുളകുലർത്ത് I cut the potatoes into wedges and parboil it with little salt and drain it and keep it aside. ഇപ്പോൾ നമുക്ക് അതിലൽപ്പം മസാലകൾ ആഡ് ചെയ്യണം. 1/4 ടീസ്പൂൺ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഓഫ് ടർമറിക് പൗഡർ, 1/2 ടീസ്പൂൺ ഓഫ് ബ്ലാക്ക് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 3/4 ടീസ്പൂൺ ഓഫ് കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ നമുക്ക് എന്തിനും പോകുന്ന ഉപ്പ്, സോൾട്ട് വിച്ച് റിക്വയർഡ് ഫോർ എവരിത്തിങ്. 1/2 ടീസ്പൂൺ ഓഫ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത്, 1 ടേബിൾ സ്പൂൺ ഓഫ് കോക്കനട്ട് ഓയിൽ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്ത് വയ്ക്കാം. മിക്സ് ഇറ്റ് നൈസ്ലി ഓൾ ദ മാരിനേഷൻ മസാലാസ് ടുഗദർ വിത്ത് ദ പൊട്ടേറ്റോസ് ആൻഡ് കീപ് ഇറ്റ് അസൈഡ്. ഒരു പാൻ ചൂടാക്കുക. 1 ടേബിൾ സ്പൂൺ ഓഫ് കോക്കനട്ട് ഓയിൽ ഹാസ് ടു ബി ആഡഡ് ടു ദ പാൻ. Place the marinated potato and pan fry it. ആ പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത മസാല ഇട്ട് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലിട്ട് പാൻ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ശ്രദ്ധിക്കുക, ഒരുപാട് കരിഞ്ഞു പോകാതെയോ ഒരുപാട് വെന്ത് പോകാതെയോ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ചെറിയ തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകും. പ്ലീസ് കീപ് എ നോട്ട് ദാറ്റ് യു ടു കീപ് യുവർ ഫ്ലെയിം ഇൻ ലോ ആൻഡ് ഫ്രൈഡ് ഇൻ എ വെരി ലോ ഫ്ലെയിം. അതർവൈസ് ദ masalas, the spices will burn it. Now you see, almost done, and we will remove it. Keep the pan again in the flame. നമുക്ക് ഫ്രൈ പാൻ പിന്നെയും നമുക്ക് ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓഫ് കോക്കനട്ട് ഓയിൽ വി ആഡഡ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഓഫ് മസ്റ്റേർഡ്, 1/2 ടീസ്പൂൺ കടുകാണ് ആഡ് ചെയ്തിരിക്കുന്നത്. Now we added 1 onion slice into thin സ്ലൈസസ്. 1 ഓണിയൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്തത്, അല്ലെങ്കിൽ കനം കുറച്ച് അരിഞ്ഞതാണ് ഞാനിപ്പോൾ വഴറ്റുന്നത്. സോ ഇത് ഒരുപാട് ഫ്രൈ ചെയ്യുകയോ ഒരുപാട് കളർ മാറുകയോ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡിഷാണ്. ചേരുവകളൊക്കെയും നമ്മുടെ കൈവശം എപ്പോഴും ഉള്ളതാണ്. പിന്നെ മീഡിയം ഫ്ലെയിം സോട്ടേ ദ ഓണിയൻസ് till becomes set. Setting means just out of the raw taste and keeping the crunchiness of the onion. Now we add the chilies. I added 2 banana peppers, 2 green chilies and 2 red peppers. That is dried red chilies. നമുക്ക് മുളകുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ബജി മുളക്, 2 ബജി മുളക് കട്ട് ചെയ്തത്, 2 പച്ചമുളക് കീറിയത്, 2 മല്ലിമുളക് കട്ട് ചെയ്ത്, ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് ഇതിലേക്ക് ഇപ്പോൾ ഇട്ട് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കാവുന്നതാണ്, ഓണിയനൊന്നും വലുതായിട്ടൊന്നും കളർ മാറിയിട്ടില്ല, ലൈറ്റ് ബ്രൗൺ കളറായിട്ടുള്ളൂ. നൗ വി ആഡ് ദ ടൊമാറ്റോ വെഡ്ജസ്. ടൊമാറ്റോ 8ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാനിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. സി ഓൾ ദ മസാലാസ് ആർ, ഓൾ ദ ഓണിയൻസ്, tomatoes, everything is in a very crispy and crunchy stage. It didn't mashed up, didn't overcook. See, very colorful. Now we add the spices again. 1/4 teaspoon of turmeric powder, 1/4 teaspoon മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. 1/2 teaspoon of black pepper powder again. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നു. 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 1/4 teaspoon of fennel powder also I am adding in this stage. Mix all the spices together with the veggies in a very low flame. Keep in mind, don't burn the spices. ചെറിയ ഫ്ലെയിമിൽ മസാലകൾ കരിഞ്ഞു പോകാതെ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നു. എന്തിനും പോകുന്ന ഉപ്പ് നമ്മൾ വീണ്ടും ആഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ആൾറെഡി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കാം.
Now the vegetables are almost ready. Now we can add the pan-fried potatoes to this one. നമ്മൾ ഇപ്പോൾ സവാളയും തക്കാളിക്കൊക്കെ നമുക്ക് ആവശ്യമായ രീതിയിൽ ഫ്രൈ ആയിരിക്കുന്നു. ഈ സമയത്ത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് ലൈറ്റായിട്ടൊന്ന് ടോസ് ചെയ്തെടുക്കുകയാണ്. ഓവറായിട്ട് കുക്ക് ചെയ്യുകയോ മിക്സ് ചെയ്യുകയോ ഒന്നും തന്നെയില്ല. ജസ്റ്റ് ലൈറ്റ്ലി ടോസ്റ്റ് ദ പൊട്ടേറ്റോസ് വിത്ത് ദ വെജീസ് to get mixed with all the spices and flavors in that one. This will be a delicious dish. And finally we will gonna put 2 tablespoons of chopped coriander leaf. നമ്മളിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയാണ് ആഡ് ചെയ്തത്. മല്ലിയില നല്ലൊരു ഫ്ലേവർ ഈ ഒരു ഡിഷ് എപ്പോൾ ഡ്രൈ ഡിഷ് ആകുമ്പോൾ നല്ലൊരു ഡിഷ് ആ ഒരു ഫ്ലേവർ കിട്ടും. Now it's almost ready and now it's going to the plate. I gonna serve it with the chapatis, the Indian flat bread. You see how colorful it is. Surely it will be delicious, no doubt. It's a unique dish, very simple. Anyone can make with ready available ingredients in our kitchen shelf. നമുക്ക് എല്ലാവർക്കും നമ്മുടെ അടുക്കളകളിൽ എപ്പോഴും സുലഭമാവുന്ന ചേരുവകൾ കൊണ്ട് എളുപ്പത്തിൽ ചപ്പാത്തിക്ക് ഒരു കറി ഒരു കൂട്ടുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഡിഷാണ്. ഉരുളായി മുളകുലർത്താണ് നമ്മുടെ മുന്നിൽ റെഡിയായിരിക്കുന്നത്. I hope you enjoyed this fabulous video, this dish. Very simple and unique. You can try with any of the Indian breads, chapatis, appams, parothas, or even with rice. Please try it, make it, love it, and please share it and share it out. And spread the happiness of taste. See you with another video next week. Thank you. ഫുഡ് ട്യൂബിൻ്റെ ഈ പുത്തൻ രുചി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു രുചിയുമായി കാണുമ്പോഴേക്കും ഷെഫ് സോജു ഫിലിം സൈനിങ് ഔട്ട്. രുചിയുടെ പൂരം കൊടിയേറട്ടെ, സന്തോഷത്തിന്റെ പൂത്തിരികത്തട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ആൾ.